അതിനായി എന്നിൽ ബലത്തോട് വ്യാപരിക്കുന്ന എന്നിൽ വ്യാപരിക്കുന്ന വ്യാപാര ശക്തിക്കൊത്തവണ്ണം പോരാടി അധ്വാനിക്കുന്നു. എല്ലാവരും അതൊന്നും ശ്രദ്ധിച്ച്. എന്നിൽ വ്യാപരിക്കുന്ന വ്യാപാര ശക്തിക്ക് ഒത്തവണ്ണം പോരാടി. हिंदी में पढ़ो 1:29, कोलोसी 1:29 पढ़ो. हिंदी में क्या है? और इसी के लिए मैं उसकी शक्ति के अनुसार जो मुझ में सामर्थ्य के साथ प्रभाव डालती है. सामर्थ्य के साथ प्रभाव डालती है. तन मन लगाकर परिश्रम भी करता हूँ. लड़ता हूँ. हिंदी में, इंग्लिश में लड़ता हूँ. दोबारा पढ़िए. और इसी के लिए मैं उसकी उस शक्ति के अनुसार जो मुझ में सामर्थ्य के साथ प्रभाव डालती है, तन मन लगाकर परिश्रम करता हूँ. लड़ता हूँ करके भी आना है. लड़ता हूँ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, നിന്റെ വചനം ഗ്രഹിപ്പാൻ ഞങ്ങളുടെ ബുദ്ധിയെ തുറക്കണമേ, ഞങ്ങളുടെ ആത്മീയ കണ്ണുകളെ തുറക്കണമേ, ഇത് ഞങ്ങൾക്ക് മനസ്സിലാക്കി തരണമേ, യേശുവിന്റെ നാമത്തിൽ തന്നെ. ഒരു പ്രാവശ്യം കൂടെ വായിച്ചാൽ 29, ഒരു പ്രാവശ്യം കൂടെ വായിച്ചാൽ. എന്നിൽ ബലത്തോടെ വ്യാപരിക്കുന്ന പ്രിയമുള്ളവരെ, ഈ ശത്രുവിന്റെ കോട്ടകളെ കണ്ട് യുദ്ധം ചെയ്യണമെങ്കിൽ നമ്മിൽ ബലത്തോടെ വ്യാപരിക്കുന്ന ഒരു വ്യാപാര ശക്തി പ്രവർത്തിക്കണം. അന്യഭാഷ പറഞ്ഞാൽ പോരാ. ബലത്തോടെ വ്യാപരിക്കുന്ന ഒരു വ്യാപാര ശക്തി അത് നമ്മിൽ വ്യാപരിക്കണം. എന്നാൽ മാത്രമേ നമ്മൾക്കിത് ശരിയായി പോരാടൂ. അതെങ്ങനെ വ്യാപരിക്കുന്നു എന്നതിനെ കുറിച്ചൊന്ന് മനസ്സിലാക്കാനായിട്ട് അപ്പോസ്തല പ്രവൃത്തി 17:16 മുതൽ 31 വരെ വായിച്ചാൽ. प्रेरितों का काम 17 का 16 से 31 तक. हमारे अंदर जो आत्मा की शक्ति जो प्रभाव डालता है वो कैसा काम करता है. Acts 17, 16 to 31. അപ്പോസ്തല പ്രവൃത്തി 17:16 മുതൽ 31 വരെ വായിച്ചാൽ. നഗരത്തിൽ ബിംബങ്ങൾ നിറഞ്ഞിരിക്കുന്നത് കണ്ട് നഗരത്തിൽ ബിംബങ്ങൾ നിറഞ്ഞിരിക്കുന്നത് കണ്ട് എന്ത് ചെയ്തു? മനസ്സ് ചൂട്. എന്തുകൊണ്ടാ മനസ്സിൽ ചൂട് പിടിച്ചതെന്നറിയാമോ? ഒരു വ്യാപാര ശക്തി തന്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്നുണ്ട്. അനേക ദൈവമക്കൾക്കും ഹിന്ദുക്കൾ അങ്ങനെ കിടന്നോട്ടെ, കത്തോലിക്കരങ്ങനെ അവരെന്തേലും ചെയ്തോട്ട് പോകുന്ന അവർക്കൊരു കണ്ടാലും ഒരു ചിന്തയില്ല. എന്നാൽ ഉള്ളിൽ ഒരു വ്യാപാര ശക്തി ഉള്ളവർക്ക് അവരെന്ത് ചെയ്യും? പെട്ടെന്ന് അവരെന്ത് ചെയ്യും? ചൂട് പിടിക്കും. ഇവരെ എല്ലാം സാത്താൻ വഞ്ചിച്ചുകൊണ്ട് നരകത്തിലേക്ക് കൊണ്ടുപോവുകയാണല്ലോ എന്നുള്ള ചൂടുണ്ടാവും. ഇവിടെ നാം വായിക്കുന്നത് നഗരം മുഴുവനും. ഒന്നുകൂടെ വായിച്ചാട്ടെ. അതിനെ അഥേനയിൽ പൗലോസ് തന്നെ മെസ്സേജ് കൊടുത്തവർക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. 16 आयत पढ़िएगा हिंदी में. जब पौलुस एथेने में उनकी बाट जो रहा था तो नगर को मूर्तों से भरा हुआ देखकर उसका जी जल गया. उनका जी क्यों जल गया? उनके अंदर एक शक्ति प्रभाव डालते हुए काम कर रहा है. अगर उनके अंदर वो प्रभाव डालने वाला शक्ति काम नहीं करते तो उनका जी नहीं जलेगा. നമ്മുടെ ഉള്ളിൽ ഒരു വ്യാപാര ശക്തി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ മാത്രമേ മറ്റുള്ളവർ ബിംബാരാധികളായി പോകുമ്പോൾ നമുക്കൊരു ചൂട് പിടിക്കത്തുള്ളൂ. അല്ലെങ്കിൽ എന്താ അവര് രക്ഷിക്കപ്പെട്ടോണ്ട് ഈ ക്ഷേത്രങ്ങളിലും മറ്റുള്ളവരുടെ പള്ളികളിലും മുട്ടിന്മേൽ നടക്കുന്ന ആളുകൾ മുട്ടിന്മേൽ നടക്കുന്ന കാണുമ്പോൾ അവർ മെഴുകുതിരി കത്തിക്കൊണ്ടിരിക്കും, അവർ ജപമാല ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ, കാണുന്നിടത്തെല്ലാം മുത്തം ചെയ്ത് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മിലൊരു വ്യാപാര ശക്തി കാര്യം ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യും? നാം ചൂട് പിടിച്ച് പിന്നെ നമുക്ക് അടങ്ങിയിരിക്കാൻ കഴിയില്ല. അതാണ് യഥാർത്ഥ വേല എന്ന് പറയുന്നത്. ആ നമ്മളെ ചൂട് പിടിപ്പിക്കുന്ന ഒരു വ്യാപാര ശക്തി നമ്മിൽ എന്ത് ചെയ്യണം? വ്യാപരിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കണം. ആ വ്യാപാര ശക്തി പ്രവർത്തിക്കുന്നില്ലെങ്കിൽ മനുഷ്യർ അവര് നശിച്ചു പോയാലും എന്താ? കീഴ്പോട്ട് വായിച്ചാൽ അവൻ പള്ളിയിൽ വെച്ച് യഹൂദന്മാരോടും ദൈവഭക്തന്മാരോടും
ചന്തസ്ഥലത്ത് ദിവസേന കണ്ടവരോടും സംഭാഷിച്ചു പോന്നു. എപ്പിക്യൂരും സ്റ്റോയിക്കരും ആയ തത്വജ്ഞാനികൾ ചിലർ അവനോട് വാദിച്ചു. ഈ വിടുവായൻ എന്ത് പറയാൻ പോകുന്നു എന്ന് ചിലരും അവൻ യേശുവിന്റെയും പുനരുത്ഥാനത്തെയും പ്രസംഗിച്ചുകൊണ്ട് ഇവൻ അന്യദേവതകളെ ഘോഷിക്കുന്നവൻ എന്ന് തോന്നുന്നുവെന്ന് മറ്റു ചിലരും പറഞ്ഞു. പിന്നെ അവനെ പിടിച്ച് അരയോപക കുന്നിന്മേൽ കൊണ്ടുവന്നു. നീ പ്രസ്താവിക്കുന്ന ഈ നവീന ഉപദേശം ഇന്നത് എന്ന് ഞങ്ങൾക്ക് അറിയാമോ? നീ ചില അപൂർവങ്ങളെ ഞങ്ങളുടെ ചെവിയിൽ കടത്തുന്നുവല്ലോ. അത് എന്ത് എന്ന് അറിയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു. എന്നാൽ അതേനർ ഒക്കെയും അവിടെ വന്ന് പാർക്കുന്ന പരദേശികളും വല്ല പുതുമയും പറയുകയോ കേൾക്കുകയോ ചെയ്യുവാനല്ലാതെ മറ്റൊന്നിനും അവസരമുള്ളവരല്ല. പൗലോസ് നിന്നുകൊണ്ട് പറഞ്ഞത്, അതേന പുരുഷന്മാരെ, നിങ്ങൾ എല്ലാറ്റിലും അതിഭക്തന്മാരെന്ന് ഞാൻ കാണുന്നു. ഞാൻ ചുറ്റി നടന്ന് നിങ്ങളുടെ പൂജാസ്ഥാനങ്ങളെ നോക്കുമ്പോൾ അജ്ഞാത ദേവന് എന്ന് എഴുത്തുള്ള ഒരു വേദിക്കല്ല് കണ്ടു. അപ്പോൾ അപ്പോസ്തലനായ പൗലോസ് എന്ത് ചെയ്തിരുന്നു? പൂജാസ്ഥലങ്ങൾ കാണാൻ പോയിരുന്നു. എന്തുകൊണ്ടാ പൂജാസ്ഥലം കാണാൻ പോയിരുന്നത്? ശത്രു എവിടൊക്കെയാ കോട്ട കെട്ടിയിരിക്കുന്നതെന്ന് പൗലോസ് അന്വേഷിക്കുമായിരുന്നു. ചിലപ്പോൾ ചില കർത്താവിന്റെ ദാസന്മാര് സുവിശേഷമായി പോകുമ്പോൾ എവിടെയാണ് പെട്ടെന്ന് കുറച്ച് പേര് രക്ഷിക്കപ്പെടുന്നതെന്നാണ് നോക്കുന്നത്. എന്നാൽ അതല്ല മാർഗം. ആദ്യമേ ചെന്ന് ഒരു പട്ടണത്തിലോ ഒരു ഗ്രാമത്തിലോ ചെല്ലുകയാണെങ്കിൽ അവിടുത്തെ പൂജാസ്ഥലങ്ങൾ, ജനങ്ങളെ വഞ്ചിക്കുന്ന സ്ഥലങ്ങൾ ഏതെന്ന് കണ്ടുപിടിക്കണം. അവിടെയാണ് യുദ്ധം പ്രഖ്യാപിക്കേണ്ടത്. ഞാൻ പറയാമല്ലോ, നമ്മൾ ഈ സാത്താൻ തിന്നേച്ച് വെറുതെ കളഞ്ഞിരിക്കുന്ന എന്താ അതിന് പറയാൻ, കാലാപ്പറക്കുക എന്താ പറയുന്നത്, തിന്ന് ശേഷിപ്പിച്ചിരിക്കുന്നതിന് എന്താ പറയുന്നത്, സാത്താൻ തിന്ന് കളഞ്ഞേച്ച് ബാക്കി പുറത്തിട്ടിരിക്കുന്ന പറക്കാനല്ല നമ്മൾ വന്നിരിക്കുന്നത്. അവൻ തിന്നുകൊണ്ടിരിക്കുന്നതിനെ പിടിച്ചു പറിക്കാനാ നമ്മൾ വന്നിരിക്കുന്നത്. സാത്താൻ കൈവശമാക്കി അവന്റെ വയറ്റിലിട്ടിരിക്കുന്നവരെ അവന്റെ വായിക്കൂടെ കൈയിട്ട് അകത്തുനിന്ന് പുറത്തെടുക്കാനാ നമുക്ക് അഭിഷേകം കിട്ടിയിരിക്കുന്നത്. അതാണ് കർത്താവിന്റെ വേല. അല്ലാതെ അവൻ തിന്നേച്ചിട്ടിരിക്കുന്ന നമുക്കറിയാം കുറച്ച് പാവപ്പെട്ടവരെ രക്ഷിക്കപ്പെടുത്തി കൊണ്ടുവന്നതിനല്ല. അവരെയൊന്നും, പാവപ്പെട്ടവർക്കും ആത്മാക്കളുണ്ട്. ചിലർ ചോദിക്കും, ഈ പാവപ്പെട്ടവരുടെ അടുക്ക ആത്മാവില്ലയോ? പാവപ്പെട്ടവരുടെ ആത്മാവുണ്ട്. നമുക്ക് വേണ്ടിയത് ഇന്ത്യയെ ഞങ്ങൾ എന്തുകൊണ്ടാണ് ഈ ഉയർന്ന ജാതികളെ കേന്ദ്രീകരിച്ചിരിക്കുന്നത്? ഞങ്ങളുടെ പ്രവർത്തനം വടക്കേന്ത്യയിൽ കൂടുതൽ ഉയർന്ന ജാതികളാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഭാരതത്തെ കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? ഉയർന്ന ജാതികളാണ്. അവരാണ് കയർ. അവരെ കെട്ട് പൊട്ടിക്കണം. അവരെ കെട്ട് പൊട്ടിച്ചെങ്കിലേ ഭാരതത്തിൽ എന്തുണ്ടാവുള്ളൂ? സ്വാതന്ത്ര്യം ഉണ്ടാവുള്ളൂ. എന്നാൽ ചിലരെന്താ പാവപ്പെട്ടവരെ അവരെ പെട്ട. എന്നാൽ പാവപ്പെട്ടവർക്ക് പാവപ്പെട്ടവരെ നമുക്ക് എല്ലാ ദൈവമക്കളെയും വേണം. പാവപ്പെട്ടവർ കുറച്ച് സഹായമായി തീർന്നാൽ അങ്ങനെ നമുക്ക് ഈ വലിയ ജാതികളെ കെട്ട് പൊട്ടിച്ച് തുണ്ടമാക്കി ഇന്ത്യയിലുള്ള ആളുകളെ സ്വാതന്ത്ര്യപ്പെടുത്തണം. അപ്പൊ അതുകൊണ്ട് പൗലോസ് എന്ത് ചെയ്തു? എവിടെയാണ് ഇവരുടെ ശത്രുവിന്റെ കോട്ട അന്വേഷിച്ചു പോയി. കീഴ്പോട്ട് വായിച്ച. എന്നാൽ നിങ്ങൾ അറിയാതെ പൂജിക്കുന്നത് തന്നെ ഞാൻ നിങ്ങളോട് അറിയിക്കുന്നു. അവിടുത്തെ ആളുകൾ എന്നാ എല്ലാ ദൈവങ്ങൾക്കും ഓരോ വേദി ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഒരു വേദി ഒഴിച്ചിട്ടുണ്ട്. അതിന്റെ പുറകിൽ ഒരു ബിംബമൊന്നുമില്ല. അപ്പൊ അവരെന്നാ അറിയാവുന്ന ദൈവങ്ങളെ എല്ലാം നമ്മൾ സന്തോഷിപ്പിച്ചു. ഇനി അറിയാതെ വല്ലവരുടെ പേര് കേടാ വല്ലവരും കോപപ്പെട്ടെങ്കിൽ അവനെ സന്തോഷിപ്പിക്കാൻ എന്ന് പറഞ്ഞാണ്. ലോകവും അതിലൊക്കെ ഉണ്ടാക്കിയ ദൈവം സ്വർഗത്തിനും ഭൂമിക്കും നാഥനായിരിക്കെ കേട്ടോ. എവിടെ നിന്നാ പറയുന്നത്? അരോഗ കുമ്പന്തിന്മേൽ അവരുടെ മേൽ. പുള്ളിക്കാരനൂടെ പാട്ട് പാടാനും പ്രാർത്ഥിക്കാനും മൈക്ക് പിടിക്കാനും എത്ര പേരുണ്ട്? ആരുമില്ല. ഏകനായി നിന്ന് പറയുകയാണ്. അതാണ് ആ വ്യാപാര ശക്തിയുടെ ബലം. പൗലോസിൽ വ്യാപരിച്ചിരിക്കുന്ന വ്യാപാര ശക്തി. അങ്ങനെയുള്ള പ്രസംഗങ്ങളാണ് നമുക്ക് വേണ്ടിയത്. അല്ലാതെ അവിടെ ചെന്ന് നിങ്ങൾ നിങ്ങളുടെ നടുവേദനയുണ്ടെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കാമെന്നല്ല പറയേണ്ടത്. നിങ്ങൾക്ക് തലവേദനയുടെ പ്രാർത്ഥിക്കാമെന്നല്ല പറയേണ്ടത്. ബെന്നിഹീൻ വന്ന് ബോംബെയിലും ബാംഗ്ലൂരും നടത്തിയതുപോലെ അങ്ങനെയുള്ള സാത്താന്റെ പണിയല്ല. അതെല്ലാം മുഴുവൻ സാത്താന്റെ പണിയായിരുന്നു. ബോംബെയിലും ബാംഗ്ലൂരിലും നടന്നത് മുഴുവനും ആരുടെ പണിയാ? സാത്താന്റെ പണിയായിരുന്നു മുഴുവനും. തിരിച്ചറിവില്ലാത്ത ദൈവദാസന്മാർ അതിൽ മുഴുവനും കറങ്ങിപ്പോയി. ആത്മവ്യാപാരം മനസ്സിലാക്കാതെ ഇന്ത്യക്ക് ഇന്ന് എന്താ വേണ്ടിയെന്ന് അറിയാത്ത
ദാസന്മാർ അതിൽ കറങ്ങി മത്ത് പിടിച്ചവരായിപ്പോയി. ബെനിഹിനിൽ വസിക്കുന്ന ആത്മാവ് അറിയുക, ആത്മാവിനെ തിരിച്ചറിഞ്ഞ് ഒരുത്തരും എന്ത് ചെയ്യുകയില്ല, മുട്ടുകുത്തുകയില്ല. അത്ഭുതം കണ്ട് എല്ലാവരും എന്ത് ചെയ്യുക, മുട്ടുകുത്തുക. ബെനിഹിനിൽ വസിക്കുന്ന ആത്മാവിനെ എത്ര പേര് പരിശോധിച്ചു? ഞാൻ അദ്ദേഹത്തിന് എഴുതി കൊടുത്തു, അമേരിക്കയിൽ വെച്ച് റിലീസ് ചെയ്തു, അമേരിക്കയിൽ എഴുതി കൊടുത്തു. എന്നോട് പറഞ്ഞ് അല്ലൂരഞ്ജനെ വിടുകയില്ലെന്ന് പറഞ്ഞു, കൊല്ലുമെന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് അമേരിക്കയിൽ വെച്ച് ന്യൂസ് മീഡിയയ്ക്കും റിലീസ് ചെയ്തു. ഞാൻ പറഞ്ഞു, നിന്നിൽ വസിക്കുന്ന ആത്മാവ് ദൈവാത്മാവല്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞങ്ങളുടെ വെബ്സൈറ്റിൽ നോക്കിയാൽ ഞാൻ എഴുതി കൊടുത്ത ലെറ്റർ ഇപ്പോഴും കാണാം. ഞാനതിന് പുള്ളിക്കാരൻ എഴുതിയ പുസ്തകത്തിൽ നിന്ന് തന്നെ, പുസ്തകത്തിൽ നിന്ന് കോട്ട് ചെയ്തിട്ട് എഴുതിയ പുസ്തകം, പ്രസംഗിച്ച പ്രസംഗങ്ങളിൽ നിന്ന് കോട്ട് ചെയ്തല്ല, വെറുതെ കഥ പറയുകയല്ല. ഇന്ന പേജിൽ ഇന്നതിൽ ഇപ്പുറപ്രാരം എഴുതിയിരിക്കുന്നു. ഞാൻ നിങ്ങളോട് പറയാനായിട്ട് ഞാൻ ആ പുസ്തകത്തിൽ ആ ലെറ്ററിൽ എഴുതിയിരിക്കുന്ന പുള്ളിക്കാരൻ എഴുതിയിരിക്കുന്ന പുസ്തകത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത്. പുള്ളിക്കാരനോടടുത്ത് കൂട്ടായ്മയ്ക്ക് വേണ്ടി പോയി. അപ്പോൾ ആ കൂട്ടായ്മയ്ക്ക് ചെന്നപ്പോൾ അവിടെ കന്യാസ്ത്രീമാരുടെ സ്ഥലമായിരുന്നു. കന്യാസ്ത്രീമാരുടെ സ്ഥലത്ത് നിന്നപ്പോൾ പുള്ളിക്കാരൻ മുട്ടിന്മേൽ നിന്നപ്പോൾ കന്യാസ്ത്രീമാർ ഒരുപാട് പ്രവചനങ്ങൾ പ്രവചിച്ചു. അതെല്ലാം ഇന്ന് നിറവേറിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു കന്യാസ്ത്രീ അപ്പം എടുത്തുകൊണ്ട് പുള്ളിക്കാരൻ്റെ വായിലോട്ട് കൊണ്ടിട്ടപ്പോൾ വലിയൊരു ആത്മവ്യാപാരം തന്നിലേക്ക് വരുവാനിടയായി. ആ ആത്മവ്യാപാരം ഞാൻ ആത്മാവിലെങ്ങനെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഫ്ലോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന അനുഭവമാണ് എനിക്കുണ്ടായത്. എനിക്കിതിനു മുമ്പ് ഇങ്ങനെയൊരു ആത്മവ്യാപാരം എങ്ങും അനുഭവിച്ചിട്ടില്ല എന്ന് പുള്ളിക്കാരൻ്റെ പുസ്തകത്തിൽ എഴുതിയ പേജ് നമ്പരും അധ്യായവും എഴുതിയിട്ടാണ് ഞാൻ അദ്ദേഹത്തെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ കന്യാസ്ത്രീമാർ മുട്ടിക്കുത്തി നിൽക്കുമ്പോൾ അന്നേരം പറഞ്ഞ പുള്ളിക്കാരനെ തോന്നിയപ്പോൾ എനിക്ക് ഏതോ നല്ല വെൽവെറ്റിനെ ടച്ച് ചെയ്യുന്നത് പോലെ എനിക്ക് തോന്നി. എൻ്റെ മുൻപിൽ വെൽവെറ്റ് പോലെ നിൽക്കുന്നുണ്ട്, അതിനെ ടച്ച് ചെയ്തതുപോലെ നോക്കി. അതാണ് ദൈവം എന്നുള്ളത് എനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞ പുള്ളിക്കാരൻ എഴുതിയത്. ഞാൻ അതിനകത്ത് എഴുതിയിട്ടുണ്ട്, അത് ദൈവമല്ല, ആകാശരാജ്ഞി നിന്നിൽ ഞാൻ അതിനെ ക്ലിയർ ആയിട്ട്, നിനക്ക് അവിടെ ലഭിച്ച അഭിഷേകം ദൈവീകമല്ല. പിന്നെ രണ്ടാമത് കാത്രീൻ കുമാന്റെ കുൽമാന്റെ ഖബറടക്കത്തിൽ ചെന്നപ്പോൾ അവിടെ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ വലിയൊരു അഭിഷേകം തന്നെ മേൽ വന്നു. മരിച്ചവരുടെ ഖബറടക്കത്തിൽ പോയി നിന്ന് പ്രാർത്ഥിച്ചപ്പോൾ വലിയൊരു അഭിഷേകം വന്നു. പുള്ളിക്കാരൻ ഞാൻ ഇടയ്ക്കിടെ അതിനകത്ത് എഴുതി, ഇടയ്ക്കിടെ ഞാൻ അവിടെ പോയി അഭിഷേകം പ്രാപിക്കാറുണ്ട്. ഞാൻ അതിനെഴുതിയിട്ടുണ്ട്, ഈ അഭിഷേകം സ്വർഗത്തിലെ അഭിഷേകമല്ല. അവൻ്റെ പുസ്തകത്തിൽ എഴുതിയ കാര്യമാണ്. പിന്നെ അത് കഴിഞ്ഞ് പുള്ളിക്കാരൻ ചെയ്ത കാര്യങ്ങൾ എഴുതിയുണ്ട്. ഞാൻ പറഞ്ഞു, ബെനിഹിൻ നിന്നിലുള്ള, ഞാൻ സഹോദര, നിന്നിൽ വസിക്കുന്ന ആത്മാവ് ശരിയായ ആത്മാവല്ല. ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, നിന്റെ പാപത്തിൽ നിന്ന് റിപ്പന്റ് ചെയ്ത് ഇതിൽ നിന്ന് രക്ഷപ്പെടുക. ഞാൻ ലോകത്തിന് റിലീസ് ചെയ്ത, അല്ലാതെ ഇവിടെ സീക്രട്ടായിട്ട് പറഞ്ഞതല്ല. അമേരിക്കയിൽ ന്യൂസ് മീഡിയയ്ക്ക് ഞാൻ റിലീസ് ചെയ്തു, ന്യൂയോർക്കിൽ വെച്ച്. ന്യൂസ് മീഡിയ റിലീസ് ചെയ്ത് കഴിഞ്ഞിട്ട് 2-3 ദിവസം കഴിയുമ്പോൾ എത്രായിരം ലെറ്റേഴ്സാണ് എനിക്ക് ഇമെയിലിൽ വരാൻ തുടങ്ങിയത്. അപ്പോൾ ഇവിടെയുള്ള കേരളത്തിലെ ദേവദാസന്മാരുന്ന് അവിടെ 14,000 ശിവസേനക്കാരാ പുള്ളിക്കാരനെ സഹായിക്കുന്നത് ബോംബെയിൽ. ഇടയ്ക്കിടയ്ക്ക് ചില സാത്താൻ നടക്കുന്ന പറഞ്ഞ വാലിറക്കി കാണിച്ചതുകൊണ്ട് കാര്യം നടക്കുകയില്ല. ദുഷ്ടാത്മാവിന്റെ വ്യാപാരം. ഇന്ത്യയിലുള്ള ദൈവജനങ്ങൾ ഇപ്പൊ സൗഖ്യമാണോ വേണ്ടത്? 33 കോടിയിൽ നിന്ന് ജനങ്ങളെ വിടുവിക്കുകയാണോ വേണ്ടത്? നിങ്ങൾ പറയുകയും, ഇന്ത്യയിലെ ദൈവജനങ്ങൾക്ക് ഇന്ന് സൗഖ്യമാണോ വേണ്ടതോ 33 കോടി ദൈവങ്ങളിൽ നിന്ന് അവരെ വിടുവിക്കുകയാണോ വേണ്ടത്? യേശുക്രിസ്തു ദൈവമാണെന്ന് പോലും അദ്ദേഹം പറഞ്ഞില്ല. ഞാൻ അദ്ദേഹത്തെ അത് കഴിഞ്ഞ് ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് അദ്ദേഹത്തെ അമേരിക്കയിൽ ചെന്നപ്പോൾ ചോദിച്ചു, നീ യേശുക്രിസ്തു ദൈവമാണെന്ന് പോലും എന്താ നീ പറയാൻ ഞാൻ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, പരസ്യമായി അഡ്മിറ്റ് ചെയ്തു, അത് പറയേണ്ട ആവശ്യമില്ലായിരുന്നു. കാരണം യേശു സൗഖ്യമാക്കുന്ന അറിഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ ഇതിന് ഇവിടുത്തെ പെന്തക്കോസുകാരെല്ലാം കൂടെ, അയ്യോ ബെനിഹിൻ വരുന്നു, അവരുടെ ദൈവമാണെന്ന്. ആ ബെനിഹിനെ പൊക്കിക്കൊണ്ടിരിക്കുന്നവരെല്ലാം നരകത്തിൽ പോയി ദഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞ കാര്യം ഓർക്കും. ബെനിഹിന്റെ പുറകെ പോകുന്നവർ മാനസാന്തരപ്പെട്ടില്ല, എല്ലാം നരകത്തിൽ തന്നെ പോകും, ശിക്ഷാവിധിയോടുകൂടെ പോകും. കാരണം ദുഷ്ടാത്മാവിന്റെ വ്യാപാരമാണ്, ദുഷ്ടാത്മാവിന്റെ വ്യാപാരം. വേറെ യേശു അങ്ങനെയാണ് കർത്താവ് പറയുന്നത്. ഒരു കൂട്ടർ വന്ന് പറയും, ഞാൻ നിങ്ങളുടെ നാമത്തിൽ നിങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കി മറ്റുള്ള പുറത്താക്കി. കർത്താവ് എന്ന് പറയുന്നത്, ഞാൻ നിങ്ങളെ അറിയുന്നില്ല, ഞാൻ നിങ്ങളെ അറിയുന്നില്ല. ഞാൻ ബെനീന സഹോദരൻ, നിന്റെ മാനസാന്തരത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ MA വർഗീസിനും എഴുതി, ബാംഗ്ലൂരിലുള്ള MA വർഗീസിനും എഴുതി, സഹോദര നിന്നിൽ വ്യാപരിക്കുന്ന ആത്മാവ് ഏതെന്ന് നീ പരീക്ഷിച്ച് നോക്കിയിട്ടുണ്ടോ? MA വർഗീസിന്റെ കോപ്പി അയച്ചിട്ടുണ്ട്.
നിങ്ങൾ വിചാരിക്കും എം എ വർഗീസ് വലിയ അപ്പോസ്തലനാണെന്ന്. അവരുടെ മേൽ വ്യാപരിക്കുന്ന ശക്തി ദുഷ്ടാത്മാവ്. തീർത്തു പറയുന്നു ഞാൻ. ബാംഗ്ലൂരിലുള്ള എം എ വർഗീസ് വലിയ പ്രാസംഗിന്റെ മേൽ പഠിക്കുന്ന ശക്തി, ഞാൻ അദ്ദേഹം അമേരിക്കയിൽ ഉണ്ടായിരുന്നപ്പോൾ, അദ്ദേഹം ന്യൂയോർക്കിൽ പ്രസംഗിക്കുമ്പോൾ ഞാൻ മറ്റ് ന്യൂജേഴ്സിയിൽ സ്റ്റേജ് എന്ന് പറഞ്ഞു, എം എ വർഗീസിന്മേൽ ഭരിക്കുന്ന ആത്മാവ് ദുഷ്ടാത്മാവ്. പരസ്യമായി എല്ലാം റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ചിലപ്പം വിഷമമുണ്ടായിരിക്കും. ആത്മാവിൽ വിവേചിച്ച് നോക്കുവീൻ, പ്രാർത്ഥിച്ചു നോക്കുവീൻ. ഇന്ന് ഇന്ത്യക്ക് ആവശ്യമായിരിക്കുന്ന സൗഖ്യമല്ല, പൗലോസിന്റെ അകത്ത് വ്യാപിച്ചിരിക്കുന്നത് എന്താണ്? പൗലോസ് ഏകനായി നിന്ന് പറയുന്നത് എന്താ പറയുന്നത്? അവിടെ അവരുടെ സൗഖ്യമാണോ പറയുന്നത്? എന്താ പറയുന്നത്? വായിച്ചാട്ട്. എന്താ പറയുന്നത് അവിടെ? നിങ്ങൾക്ക് സൗഖ്യം തരുമെന്നാണോ പറയുന്നത്? വായിച്ചാട്ട്. ലോകവും അതിലുള്ളതൊക്കെ ഉണ്ടാക്കിയ ദൈവം സ്വർഗത്തിനും ഭൂമിക്കും നാഥനായിരിക്കെ കൈപ്പണിയായ ക്ഷേത്രങ്ങളിൽ വാസം ചെയ്യുന്നില്ല എന്നാരോടാ പറയുന്നത്? അങ്ങനെ പൂജ ചെയ്യുന്നവരുടെ മുമ്പിൽ അതാണ് വ്യാപാര ശക്തി. ഊതി വീഴ്ത്തുന്നൊന്നുമല്ല, താഴെ വീഴ്ത്തുന്നുമല്ല. ഞാൻ ഫിലിപ്പൈൻസിൽ ചെന്നു. ഫിലിപ്പൈൻസ് നമുക്ക് അവിടെ സഭകളുണ്ട്. കർത്താവ് ഒരുത്തി ആ മീറ്റിങ്ങിനായിട്ട് ചെന്നതാ. ഞാൻ ചെല്ലുന്നതിന് 2 ദിവസം ഒരു അമേരിക്കക്കാരൻ അവിടെ വന്നു. ആ സഭയിൽ ഞാൻ ചെന്ന അന്ന് വൈകിട്ട് മുതൽ പാസ്റ്റേഴ്സ് കോൺഫറൻസ് അവിടെ നടക്കുന്നു, വേലക്കാരെല്ലാം കൂടെ. പുള്ളിക്കാരൻ 2-3 ദിവസം മുമ്പ് അവിടെ ചെന്നു. അവർക്ക് കുറച്ച് പണമൊക്കെ കൊടുത്തിട്ട് മീറ്റിംഗ് നടത്തിക്കൊണ്ടിരിക്കുക. അപ്പം അന്ന് വൈകിട്ടാണ്. ഞാനപ്പം രാവിലെ ചെന്നപ്പം എന്നോട് പാസ്റ്റർ പറഞ്ഞു, ഇവിടെ വലിയ മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാനും ചെന്നു അവിടെ ഞാനിങ്ങനെ സ്റ്റേജിലിരിക്കുകയാണ്. അപ്പോൾ ആ പുള്ളിക്കാരൻ അങ്ങോട്ട് എഴുന്നേറ്റിരുന്ന ഒരു 2 പ്രസംഗം, ഒരു 10 മിനിറ്റ് പ്രസംഗം, 10-15 പ്രസംഗം ചോദിച്ചിട്ട് ഇങ്ങനെ ഒന്ന് കൈ ഒന്ന് വീശി എന്ന് കാണിച്ചപ്പോഴത്തേക്ക് നമ്മുടെ വേലക്കാർ, എല്ലാ വേലക്കാരും തടതടായിട്ട് അങ്ങ് താഴെ വീണു, മുഴുവനും വീണു. അത് വീണ് കഴിഞ്ഞാൽ പുള്ളിക്കാരൻ എന്നെ നോക്കി ഒരു ചെറിയ പുഞ്ചിരി. എല്ലാരും വീണ് കിടക്കുക മുഴുവനും. പിന്നെ കുറച്ച് കഴിഞ്ഞ് ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ എല്ലാവരും എഴുന്നേറ്റൊക്കെ വന്നു. എഴുന്നേറ്റ് വന്ന് ഞാൻ പറഞ്ഞു, ഞാനൊരു 10 മിനിറ്റ് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞു. സംസാരിച്ചു പറഞ്ഞു. 10 മിനിറ്റ് സംസാരിച്ച് ഞാൻ പറഞ്ഞു, ഇനിയൊന്ന് വീഴ്ത്താൻ പറഞ്ഞു. ഒറ്റൊരുത്തരും വീണില്ല. തള്ളി നോക്കിയിട്ടും വീണില്ല. ഒറ്റൊരുത്തരും വീണില്ല. ഒടുവിൽ അദ്ദേഹം എന്നോട് ചോദിച്ചു, എന്താ? ഞാൻ നിന്നിൽ വസിക്കുന്ന ആത്മാവ് ദൈവാത്മാവല്ല, നിനക്കിത് നിന്ന് വിടുതൽ വേണം. അവൻ അമേരിക്കാരനായിരുന്നുകൊണ്ട് അവൻ ഏറ്റു പറയാൻ തുടങ്ങി, കരയാൻ തുടങ്ങി. ഇന്ത്യക്കാരനാണെങ്കിൽ കേരളക്കാരാണെങ്കിൽ പെട്ടെന്ന് സ്വീകരിക്കില്ല. അമേരിക്കക്കാരുണ്ട് ശരിയായ കാര്യം കണ്ട ഉടനെ അവരെന്ത് ചെയ്യും? അഡ്മിറ്റ് ചെയ്യും. എനിക്ക് ഞാൻ പറയുന്നത് നിനക്ക് പേര് വേണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇതിൽ ഒരെണ്ണത്തിനെ ഒന്ന് വീഴ്ത്തി കാണിക്കാൻ പറഞ്ഞു. നിനക്കറിയാമോ, ഈ ജനങ്ങളുടെ ഓരോന്ന് ചെയ്യുമ്പോൾ നമ്മുടെ പറഞ്ഞു മനുഷ്യന്റെ ആത്മാവ് ഈ നെറ്റിയിൽ വരും. നെറ്റിയിൽ വന്നു കഴിഞ്ഞിട്ട് ഒന്ന് വീശിയാൽ അവരെന്ത് തളർന്നങ്ങ് താഴെ പോകും. കുറച്ചു നേരം ലെക്ചർ ചെയ്തുകൊണ്ടിരിക്കാമെങ്കിൽ എന്ത് ചെയ്യും? ഈ മനുഷ്യന്റെ ആത്മാവ് എവിടെ വരും? നെറ്റിയിൽ, അല്ലെ തലയിൽ ഇവിടെ വരും. അവിടെ നിന്നൊന്ന് വീശിയാൽ എന്ത് ചെയ്യും? വീശിയാലോ ഒരു പുതപ്പെടുത്ത് എറിഞ്ഞാലോ അല്ലെങ്കിൽ എന്ന് പറഞ്ഞാലോ എന്ത് ചെയ്യും? താഴും. അതുകൊണ്ട് വടക്കേ ഇന്ത്യയിൽ ഈ ഊത്തുകാർക്ക് ആർക്കും പ്രവേശിക്കാൻ ഒത്തില്ലല്ലോ. ഊത്തി വീഴ്ത്തുന്നവർ വരുന്നതിന് മുൻപേ ഞാൻ എല്ലായിടത്തും പ്രസംഗിച്ചു വെച്ചു. അതുകൊണ്ട് വടക്കേ ഇന്ത്യയിൽ അവർക്ക് ഒന്നും ചെയ്യാൻ ഒത്തില്ല. ആരാണ്ട് അവിടെ ഒക്കെ വന്നവർ നേരത്തെ ഓടിപ്പോയി. ഒരു ഊത്തുകാർക്കോട് ഒന്നും ചെയ്യാനൊത്തില്ല. ഊത്ത് വീഴ്ത്തുകാർക്കല്ല. കേരളത്തിലൊക്കെ അവർ വലിയ കാര്യങ്ങളൊക്കെ ചെയ്ത് അത്ഭുതങ്ങൾ നടത്തിക്കൊണ്ടിരുന്നു. വടക്കേ ഇന്ത്യയിലൊക്കെ ഒന്നും ചെയ്യാനൊത്തില്ല. എന്താ പ്രസംഗിച്ചത്? പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിൽ പ്രവർത്തിക്കുന്നത് എങ്ങനെയാണ് എന്നാണ് പ്രസംഗിച്ചത്. ബോധം കെടുത്തൽ. പരിശുദ്ധാത്മാവ് വന്നാൽ എന്താണ് നടക്കുന്നത്? ജീവനാണോ പ്രാപിക്കുന്നത്? മയങ്ങി വീഴുകയാണോ? അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരൻ തലയെ കൈവച്ച് തെള്ളി നോക്കണമെങ്കിൽ വീഴുന്നില്ല. ഒരെണ്ണം പോലും വീണില്ല. പരിശുദ്ധാത്മാവിന്റെ ശരിയായ പ്രവർത്തനം പറഞ്ഞു കൊടുക്കണം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞത് ഇന്ന് കേരളത്തിന് വേണ്ടിയത് പൗലോസ് അഥേനയിൽ നിന്ന് പ്രസംഗിച്ച പോലുള്ള പ്രസംഗമാണ് വേണ്ടിയത്. ഞങ്ങൾ അങ്ങനെയാണ് എല്ലായിടത്തും പ്രസംഗിക്കുന്നത് വടക്കേ ഇന്ത്യയിൽ. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ അടികൊള്ളുന്നത്. ആത്മാക്കളെയും കർത്താവ് തരുന്നുണ്ട്. ഇങ്ങനെയാണ് ഹിന്ദുക്കളുടെ ഇടയിൽ പ്രസംഗിക്കുന്നത്. നിങ്ങൾ ആരോടേലും ചോദിച്ചാൽ മതി,
ഞാൻ വടക്കേ ഇന്ത്യയിൽ പ്രസംഗിക്കും, ഒരു സ്ഥലത്തും യേശുക്രിസ്തുവും ദൈവം എന്നുള്ളത് തെളിയിക്കാതെ ഒരു സ്ഥലത്തും പ്രസംഗിക്കും. ഇവിടെ പിന്നെ അതിന്റെ ആവശ്യമില്ലാത്തതുകൊണ്ട് ഇവിടെ ഇത്രയും ദൈവമക്കളോടാണ് പ്രസംഗിക്കേണ്ടത്. അതുകൊണ്ടാണ്. അല്ലെങ്കിൽ എല്ലായിടത്തും പ്രസംഗിക്കേണ്ടത് എന്താണ്? അതിന്റെ കീപ്പോട്ട് വായിച്ചാൽ എല്ലാവർക്കും ജീവനും ശ്വാസവും സകലവും കൊടുക്കുന്നവനാകയാൽ മനുഷ്യ കൈകളാൽ നിങ്ങളുടെ തേങ്ങായി, നിങ്ങളുടെ നാളികേരവും, നിങ്ങളുടെ പഴവും, നിങ്ങളുടെ മെഴുകുതിരി, നിങ്ങളുടെ ധൂപവും ഒന്നും അവന് വേണ്ട. ഇതാണ് പൗലോസ് അവിടെ പ്രസംഗിച്ചത്. ഇനി അതിന് കീപ്പോട്ട് വായിച്ചാൽ ഒരുത്തരിൽ നിന്ന് മനുഷ്യജാതിയെല്ലാം ഉളവാക്കി. അവരുടെ ജ്ഞാനത്തിന് നേരെ വിപരീതമാണ്. ഒരുത്തരിൽ നിന്ന് മനുഷ്യജാതിയെ മുഴുവനും ഉളവാക്കി. അവരുടെ നിവാസത്തിന് അതിനോട് കാരണം നിശ്ചയിച്ചു. അവർ ദൈവത്തെ തപ്പിനോക്കി കണ്ടെത്തുമോ. അവർ തപ്പിനോക്കി പറയുന്നത് എങ്ങനെയാ? അവരെ ഹിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ദൈവത്തെ തപ്പി നോക്കുകയാണ്, കണ്ടെത്തുമോ എന്ന് വെച്ച് അവനെ അന്വേഷിക്കേണ്ടതിന് തന്നെ അവൻ നമ്മിൽ ആർക്കും അകന്നിരിക്കുന്നില്ല. അവനിലല്ലോ നാം ജീവിക്കുകയും ചരിക്കുകയും ഇരിക്കുകയും ചെയ്യുന്നത്. അങ്ങനെ നിങ്ങളുടെ കവിവരന്മാരിലും ചിലർ നാം അവന്റെ സന്താനമല്ലോ എന്ന് പറഞ്ഞിരിക്കുന്നു. നാം ദൈവത്തിന്റെ സന്താനം എന്ന് വരികയാൽ ദൈവം മനുഷ്യന്റെ ശില്പവിദ്യയും സങ്കല്പവും, നാം അവന്റെ സന്താനം, മനുഷ്യന്റെ ശില്പവിദ്യ സങ്കല്പവും കൊണ്ട് കൊത്തിയിരിക്കുന്ന പൊൻ, വെള്ളി, കല്ല് എന്നിവയോട് സദൃശ്യമെന്ന് നിരൂപിക്കേണ്ടതല്ല. ഇത് ആരോടാ പറയുന്നത്? വിഗ്രഹ ആരാധികളോട്, അത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നവരോട് പറയുക. അതാണ് വ്യാപാര ശക്തി. അവിടെ ചെന്ന് അവരുടെ മുട്ടിന്റെ വേദന മാറ്റുകയല്ല, അവരുടെ തലവേദന മാറ്റുകയല്ല, അവരെ കുരുടനെ സൗഖ്യമാക്കുകയല്ല. സ്വർഗത്തിലെ ദൈവത്തിന് അവർക്ക് എന്താ കൊടുക്കാനുള്ളത്? അവരെ രോഗസൗഖ്യമാണോ ദൈവത്തെയാണോ കൊടുക്കേണ്ടത്? വായിച്ചാട്ടെ. എന്നാൽ അറിയായ്മയുടെ കാലങ്ങളെ ലക്ഷ്യമാക്കാതെ ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് ദൈവം കൽപ്പിക്കുന്നു. എത്ര ക്ലിയർ ആയിട്ട് ആ മെസ്സേജ് പറയുന്നത്! അതിന് സ്വർഗത്തിലെ വ്യാപാര ശക്തി വേണം. മാനസാന്തരപ്പെടണം. നിങ്ങളുടെ വേദന മാറ്റാമെന്നല്ല, നിങ്ങളുടെ വൈദ്യുതവും മാറ്റാമെന്നല്ല, നിങ്ങൾക്ക് 100 രൂപ നിങ്ങളുടെ കഷ്ടം മാറുമെന്നല്ല, അമേരിക്കയിൽ ജോലി കിട്ടുമെന്ന് പറയാനല്ല. മാനസാന്തരപ്പെടുക. ഇന്ന് ഇന്ത്യക്ക് ഇതാണ് വേണ്ടിയത്. ബെനീൻ വന്നതുകൊണ്ട് ഇന്ന് കർത്താവിന്റെ വേലയിൽ പൈനിയർ വർക്കായി ചെയ്തതിനൊക്കെയല്ല ഇപ്പൊ ഞങ്ങൾക്കും വരം വേണം, കർത്താവെ വരം വേണം, ഞാനും എന്ത് ചെയ്യണം, രോഗികളെ സൗഖ്യമാണ്. നിനക്ക് കിട്ടി വരം, നീ വരമെല്ലാം എടുത്തോണ്ട് പോയി നരകത്തിനകത്ത് കിടന്ന് ആ തീക്കകത്ത് ചൊലിക്കുമ്പോൾ മാത്രമേ മനസ്സിലാകുള്ളൂ, അയ്യോ എനിക്ക് കിട്ടിയ വരം. നിന്റെ ചേട്ടനും അവിടെ കിടപ്പുണ്ട്, ബെനീനും അവിടെ കിടപ്പുണ്ട്. വളരെ വേദനയോടാണ് ഞാൻ ഈ പറയുന്നത്. എനിക്ക് അദ്ദേഹത്തോട് ഒരു ജലസി ഉണ്ടോട്ടല്ല പറയുന്നത്. എന്റെ ഹൃദയം ദൈവജനത്തെ വഞ്ചിക്കുന്ന വഞ്ചനയുടെ ആത്മാവ്. എം.എ. വർഗീസിന് ഇതുപോലെയാണ് ഞാൻ എഴുതിയത്. നീ മാനസാന്തരപ്പെട്ട് മടങ്ങി വരണമെന്നാണ് എഴുതിയത്. എം.എ. വർഗീസിന്, ബാംഗ്ലൂരിലുള്ള നിങ്ങളുടെ ആരാധ്യ പുരുഷൻ എം.എ. വർഗീസിന് എഴുതിയ കാര്യമാണ് പറയുന്നത്. രക്ഷിക്കപ്പെട്ടു മാനസാന്തരപ്പെട്ടു ഇന്ത്യയെ നശിപ്പിക്കാതിരിക്കാനാണ് പറഞ്ഞത്. ദൈവജനങ്ങളെ, എനിക്ക് അദ്ദേഹത്തോട് വരും. അദ്ദേഹം വലിയ കോടീശ്വരനായാലും എനിക്കെന്താ, അതൊന്നും എനിക്ക് പ്രശ്നമല്ല. ഈ ദൈവസഭയിലെ ദൈവദാസന്മാരെ വഞ്ചിച്ച് നശിപ്പിക്കുന്ന വഞ്ചനയിൽ നിന്ന് ജനത്തെ വിടുവിക്കണം. കീഴ്പോട്ട് വായിച്ചാൽ എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് മനുഷ്യരോട് കൽപ്പിക്കുന്നു. താൻ നിയമിച്ച പുരുഷൻ മുഖാന്തരം ലോകത്തെ നീതിയും ന്യായം വിധിപ്പാൻ അവൻ ഒരു ദിവസത്തെ നിശ്ചയിച്ചു. അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചതിനാൽ എല്ലാവർക്കും അതിനെ ഉറപ്പ് നൽകിയിരിക്കുന്നു. യേശു ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച് ഉറപ്പ് നൽകിയിരിക്കുകയാണ് ദൈവം, യേശു മാത്രം. ഇന്ന് ഇന്ത്യക്ക് വേണ്ടിയ സുവിശേഷം ഇതാണ്. ഇതല്ലാതെ മറ്റേ കൊടുക്കുന്നതെല്ലാം സാത്താന്റെ ചരക്ക് വിൽക്കുന്ന പരിപാടിയാണ്. സാത്താന്റെ ചരക്ക് വിൽക്കുക. അതിന് മാനം കിട്ടും, ബഹുമാനം കിട്ടും.
അതല്ലേ 100 ഏക്കർ എന്നാ ഇന്ത്യ മുഴുവനും മേടിക്കരുതോ? സാധാരണ പറയുന്നല്ലോ, എന്നെ താമസിച്ചാൽ മതി, നിനക്കെല്ലാം തന്നേക്കാം. ദൈവത്തിന്റെ ന്യായവിധി. പിന്നെ ദൈവം ഇവരൊക്കെ അനുവദിച്ചിരിക്കുന്നത് എന്തിനാണെന്നറിയാമോ? ഈ ദ്രവ്യാഗ്രഹികളെല്ലാം ദൈവത്തിനൊരു കൂടെ വേണം. എന്താ ചവറ്റുകൊട്ട വേണമല്ലോ. ആ ചവറ്റുകൊട്ടയാക്കി ഇവരെ വെച്ചിരിക്കുക. കാരണം എല്ലാ ചവറ്റുകൊട്ട ഇവരെ എല്ലാം പറക്കി ഇതിനകത്തിടണം. ദൈവത്തിന് ഈ ദ്രവ്യാഗ്രഹികളെല്ലാം ഇടാൻ ചവറ്റുകൊട്ടയായി ഇവരെല്ലാം. ചവറ്റുകൊട്ട ദ്രവ്യാഗ്രഹികളായി പണത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചവർ, ത്യാഗികളായി ഇറങ്ങിത്തിരിക്കുന്നവരല്ല ചവറ്റുകൊട്ടയിൽ കിട്ടാനുള്ളത്. അതുകൊണ്ടാണ് ദൈവം അനുവദിച്ചിരിക്കും. ഞാൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവ് പറഞ്ഞു ഇത് ഞാൻ അനുവദിച്ചിരിക്കുക. കാരണം യഥാർത്ഥ ദൈവശക്തി വേണ്ടിയവരും പണം വേണ്ടിയവരും പേര് വേണ്ടിയവരും എല്ലാം രണ്ടുപേരും തിരിക്കണം എനിക്ക്. അതിനായി ഈ ചവറ്റുകൊട്ടയെ ദൈവം നിർത്തിവെച്ചിരിക്കുന്നത്. അവർക്ക് വാണിംഗും കൊടുത്തു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, എനിക്ക് ഇവരോടൊരു അസൂയയല്ല പറയുന്നത്. എൻ്റെ ഹൃദയത്തിലെ വേദന കൊണ്ട് അവർക്ക് എഴുതി കൊടുത്തതിന് ശേഷമാണ് നിങ്ങൾക്ക് പറയുന്നത്. അല്ലാതെ ഇപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞേച്ച് അവരോട് പറയാമെന്നല്ല. ആദ്യം അവരോട് പറഞ്ഞു പറഞ്ഞത് മാത്രമേ രജിസ്റ്റേർഡ് ലെറ്റർ എഴുതി കൊടുത്തു, കിട്ടിയെന്നുള്ള റിപ്ലൈയും കിട്ടി. അതിനുശേഷമാണ് ഈ പറയുന്നത്. അല്ലാതെ മൊത്തം പറഞ്ഞാൽ അന്യായമാണ്. അതുകൊണ്ട് ഇന്ന് ഭാരതത്തിന് വേണ്ടിയത് എന്താണ്? ഈ അന്യ ദൈവങ്ങളെ കാണുമ്പോൾ നിങ്ങളിലൊരു വ്യാപാര ശക്തി. ഇവിടെ ഈ കുരിശും പൊക്കിക്കൊണ്ട് ഈ ത്രാസയൊക്കെ നടക്കുമ്പോൾ നിങ്ങളൊരു വ്യാപാര ശക്തി ഉണ്ടാകണം. ഈ വെടിക്കെട്ടൊക്കെ പൊട്ടുന്ന കേൾക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിലൊരു വ്യാപാര ശക്തി വർക്ക് ചെയ്യണം. ഈ തൃശ്ശൂർ പൂരം നടക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഒരു വ്യാപാര ശക്തിയാണ്. ഒന്ന് പ്രാർത്ഥിച്ചേ നിങ്ങൾ വ്യാപാര ശക്തിയോടൊന്ന് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ. വ്യാപാര ശക്തി നിങ്ങളെ കടന്നു വരട്ടെ. പരിശുദ്ധാത്മാവ് നമ്മിൽ വ്യാപരിക്കുമ്പോൾ സാത്താൻ വഞ്ചിച്ച് ജനങ്ങളെ കൊണ്ടുപോകുമ്പോൾ നമ്മുടെ ഹൃദയം ചൂടുകൾ, നമ്മൾ അറിയാതെ തന്നെ ചൂടുകൾ, നിയന്ത്രിക്കാൻ വയ്യാത്ത നിലയിൽ നമ്മൾ ചൂടുകൾ. നമുക്ക് അന്നേരം നമ്മുടെ മക്കളെയോ കുഞ്ഞുങ്ങളെയോ നമ്മുടെ ശരീരത്തിന്റെ കാര്യമല്ല ഓർമ്മ വരും. പൗലോസ് ഏകനായി എന്ന് പറയുക, ഏകനായി വിഗ്രഹാരാധികളുടെ മധ്യത്തിൽ നിന്നോട് പറയുക. ഇന്ന് ഇപ്രകാരമുള്ള സുവിശേഷമാണ് കേരളത്തിന് വേണ്ടി. ഇങ്ങനെയുള്ള വ്യാപാര ശക്തി വരണമെങ്കിൽ ഒരു കാര്യം ചെയ്യണം.